മമ്മൂട്ടി എന്ന് പറയുന്ന ആക്ടറെ ഒരുപക്ഷെ പെട്ടെന്നാരും ധൈര്യപ്പെടാത്ത ഒരു വേഷത്തിൽ കാസ്റ്റ് ചെയ്തു എന്നുള്ളത് തീർച്ചയായിട്ടും പ്രേക്ഷകർ വളരെ സന്തോഷത്തോടെ സ്വീകരിക്കുന്നു എന്ന് പറയുന്ന വലിയൊരു അത്ഭുതമാണ്. കാരണം വെച്ചാൽ ഞാനടക്കമുള്ള ആളുകൾ മമ്മൂട്ടിയിലെ ഹീറോ എലിമെൻറ്റിനെ മാത്രം ടാപ്പ് ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ അങ്ങനെയല്ലാതെ മമ്മൂട്ടി എന്ന് പറയുന്ന നടൻ്റെ എല്ലാ വൈഭവങ്ങളും വളരെ മനോഹരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു സിനിമ എന്നുള്ള നിലയ്ക്ക് വളരെ ഡെയറിങ് ആണ് വേണുവിൻ്റെ മുന്നറിയിപ്പ് എന്ന് പറയുന്ന അറ്റംപ്റ്റ്. അപ്പോൾ മമ്മൂട്ടി ഉണ്ടായിരുന്നു അവിടെ തന്നെ, മമ്മൂട്ടി അവിടെ തന്നെ ഉണ്ട്. എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് പലപ്പോഴും ഒരു നടനിലെ ഒരു പ്രതിഭയെ പ്രകാശിപ്പിക്കുന്നത്. അത് ഏറ്റവും മനോഹരമായി പ്രകാശിപ്പിച്ചു എന്നുള്ളതാണ് മുന്നറിയിപ്പ് എന്ന സിനിമയുടെ പ്രത്യേകത. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനും വേണുവും എനിക്ക് തോന്നുന്നു ഞാൻ ജേർണലിസം പഠിക്കാൻ ട്രിവാൻഡ്രത്ത് ചെല്ലുമ്പോൾ 81 ഞാനും വേണുവും തമ്മിൽ ആദ്യം കാണുകയും പരിചയപ്പെടുകയും ചെയ്യുന്നത്. അന്ന് വേണു ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റുഡൻ്റാണ്. ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള ഒരു ബാച്ച് ഓഫ് സ്റ്റുഡൻസ് ട്രിവാൻഡ്രത്ത് വന്നിട്ട് അവരുടെ ഒരു പ്രൊജക്റ്റ് ഫിലിം ചെയ്യാനായിട്ട് തിരുവനന്തപുരത്ത് വന്ന കാലത്താണ് ഞാനും വേണുവും തമ്മിൽ പരിചയപ്പെടുന്നത്. അപ്പോൾ എത്ര വർഷത്തെ ബന്ധമുണ്ട് ഞാനും വേണുവും തമ്മിൽ. പിന്നീട് സിനിമയിൽ ഞാൻ പത്രപ്രവർത്തനവുമായി നടന്ന കാലം, പിന്നീട് ഞാൻ സിനിമയിലേക്ക് വന്ന കാലം, ഈ കാലമെല്ലാം ഞാനും വേണുവും തമ്മിൽ ഒരു വളരെ ഊഷ്മളമായ ഒരു സൗഹൃദമുണ്ട്, ഒരു നല്ല ആത്മബന്ധമുണ്ട്. അതുകൊണ്ട് വേണുവിൻ്റെ കൂടെ വർക്ക് ചെയ്യും. വേണു എന്നെ ഈ സിനിമയിൽ അഭിനയിക്കാൻ വിളിക്കുമ്പോൾ തന്നെ എനിക്ക് വളരെ സന്തോഷമായി. വേണു, രഞ്ജിത്ത് ഒക്കെ എനിക്ക് വളരെ അടുത്ത ആളുകളാണ്. ഉണ്ണിയും ഞാനും തമ്മിൽ, ഉണ്ണി ഈ സിനിമയുടെ തിരക്കഥാകൃത്താണ്, ഉണ്ണിയും ഞാനും തമ്മിലും ദീർഘകാലത്തെ ബന്ധമുണ്ട്. അപ്പോൾ വളരെ കംഫർട്ടബിളായിരുന്നു ഈ ആളുകളുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ, വളരെ കംഫർട്ടബിളായിരുന്നു. പിന്നെ വേണു ആസ് എ ഡയറക്ടർ, എനിക്ക് വേണു എന്ന് പറയുന്ന ഛായാഗ്രാഹകനെയാണ് കൂടുതൽ നന്നായി അറിയാവുന്നത്. പക്ഷേ വേണു ആസ് എ ഡയറക്ടർ എനിക്ക് പറയാനുള്ളത് ഈസ് എ വണ്ടർഫുൾ ഫിൽം മേക്കർ. അത് ആ സിനിമയിൽ ആദ്യാവസാനം വേണുവിൻ്റെ ഒരു ഡയറക്ടോറിയൽ എന്താ പറയുക, അതിൻ്റെ ഒരു തികവ് ആ സിനിമയിൽ ആദ്യാവസാനം നമുക്ക് കാണാം. അപ്പോൾ ഒരു വണ്ടർഫുൾ ഫിലിം മേക്കർ എന്നുള്ള നിലയ്ക്ക് വേണുവിൻ്റെ കൂടെ വർക്ക് ചെയ്തതിലെ സന്തോഷം. എനിക്ക് മമ്മൂട്ടിയുടെ കൂടെ ഒരു ഫ്രെയിമിൽ അല്ലെങ്കിൽ ഒരു സീനിൽ ഞാൻ ആ ഒരു സ്പേസ് ഷെയർ ചെയ്യുന്നു എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് ഞാനൊരു റൈറ്റർ എന്നുള്ള നിലയ്ക്കും സംവിധായകൻ എന്നുള്ള നിലയ്ക്കും മാത്രമാണ് ഞാനും മമ്മൂട്ടിയും തമ്മിലുള്ള ഈ സിനിമാ ബന്ധം. അങ്ങനെ അല്ലാത്ത ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അഗെയിൻ ഇറ്റ്സ് എ വണ്ടർഫുൾ എക്സ്പീരിയൻസ്. അപ്പോൾ മുന്നറിയിപ്പ് എന്തുകൊണ്ടും പിന്നെ ഈ സിനിമ റിലീസായതിനു ശേഷം ഉണ്ടാകുന്ന ഫീഡ്ബാക്ക് ഒരു നല്ല സിനിമയുടെ ഭാഗമാകാൻ കഴിയുന്നു. അത് പ്രേക്ഷകർ സ്വീകരിച്ച ഒരു നല്ല സിനിമയാണ്. നല്ല സിനിമകൾ പലപ്പോഴും തിയേറ്ററുകളിൽ വലിയ പെർഫോമൻസ് ലഭിക്കുന്ന തരം സിനിമകളല്ല. പ്രേക്ഷകർ ഒരു സഹർഷം സ്വീകരിക്കുന്ന സിനിമകളുടെ ലിസ്റ്റിൽ പലപ്പോഴും നല്ല സിനിമകൾ ഉൾപ്പെടാറുമില്ല. ഇതൊരു നല്ല സിനിമയാവുകയും കേരളത്തിലെമ്പാടും പ്രേക്ഷകർ നല്ലപോലെ സ്വീകരിക്കുകയും നല്ല റിവ്യൂസ് വരികയും ഒക്കെ ചെയ്യുന്ന ഒരു സിനിമ, അതിൻ്റെ ഭാഗമാകാൻ കഴിയുന്നത് തീർച്ചയായിട്ടും സന്തോഷകരമാണ്. എനിക്ക് മമ്മൂട്ടിയുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് ഒരുപക്ഷെ അധികമാർക്കും അറിയാൻ പാടില്ലാത്ത ഒരു ബന്ധമാണ്. അതിൻ്റെ ഒരു പൂർവ്വകാലം എന്ന് പറയുന്നത്, ഞാൻ പത്രപ്രവർത്തനം ആയി നടക്കുന്ന കാലത്ത്, ആ കാലം മുതൽ ഞങ്ങൾ തമ്മിൽ പരിചയമുണ്ട്. ഒരു പത്രപ്രവർത്തകനും സിനിമാ പ്രവർത്തകനും തമ്മിലുള്ള ബന്ധം. പിന്നീട് അദ്ദേഹം സുറുമ എന്ന് പറയുന്നൊരു വീഡിയോ മാഗസിൻ, മലയാളത്തിലെ ആദ്യത്തെ വീഡിയോ മാഗസിൻ അദ്ദേഹം ആരംഭിക്കും. അദ്ദേഹത്തിൻ്റെ സഹോദരന്മാരായിരുന്നു അതിൻ്റെ ചുമതലക്കാരെങ്കിലും അദ്ദേഹത്തിൻ്റെ താല്പര്യപ്രകാരം, അദ്ദേഹത്തിൻ്റെ ആശയമാണ് സത്യത്തിൽ അത്. അന്ന് ഞാനതിൻ്റെ എഡിറ്ററായിരുന്നു. അപ്പോൾ എന്നെ വിഷ്വൽ മീഡിയയുമായി ബന്ധപ്പെടുത്തുന്നതിൽ അദ്ദേഹത്തിനൊരു വലിയ പങ്കുണ്ട്. അത് അദ്ദേഹം എപ്പോഴും പറയാറുണ്ട്. ഞാനാണ് നിങ്ങളെയൊക്കെ കൊണ്ടുവന്നത് എന്നൊരു അവകാശത്തോടു കൂടി അദ്ദേഹം പറയാറുണ്ട്. ഞാൻ ആദ്യമായിട്ട് ഒരു തിരക്കഥ എഴുതാനായിട്ട് പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ കാലിൽ തൊട്ട് അനുഗ്രഹം വാങ്ങിച്ചിട്ടാണ് പോകുന്നത്. ഞാൻ ആദ്യമായിട്ട് സംവിധാനം ചെയ്യുമ്പോഴും അദ്ദേഹത്തിൻ്റെ കാലിൽ തൊട്ട് അനുഗ്രഹം വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ സ്നേഹിച്ചും വഴക്കിട്ടും ഒക്കെ എനിക്ക് അദ്ദേഹവുമായി ഒരു വ്യക്തിപരമായ ബന്ധമുണ്ട്. പക്ഷേ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞതുപോലെ മമ്മൂട്ടി അങ്ങനെയുള്ള വേഷങ്ങൾ, മമ്മൂട്ടി എന്ന് പറയുന്നത് കഴിഞ്ഞ 10-25 വർഷമായിട്ട് മലയാളത്തിലെ മെയിൻ സ്ട്രീം സിനിമയുടെ ഏറ്റവും കരുത്തനായ നടനാണ്. ഒരു മെയിൻ സ്ട്രീം സിനിമ ഏറ്റവും അധികം ബാങ്ക് ചെയ്തിട്ടുള്ള നടനാണ്. ഇപ്പോൾ സമീപകാലത്ത് ചിലപ്പോൾ ഫ്ലോപ്പുകൾ ഉണ്ടായിട്ടുണ്ടാവാം,
പക്ഷേ ഒരു 25 വർഷം ഈ ഇൻഡസ്ട്രിയെ മുന്നോട്ട് കൊണ്ടുപോവുകയും ഈ ഇൻഡസ്ട്രിയിൽ ഒരുപാട് ആളുകൾ ജീവിക്കുന്ന തരത്തിൽ സിനിമയെ സജീവമാക്കുകയും ഈ ഒരുപാട് ആളുകൾ ജീവിക്കുന്ന തിയേറ്ററുകളടക്കം തിയേറ്ററുകളിൽ ടിക്കറ്റ് കീറാൻ നിൽക്കുന്ന ആൾ മുതൽ പ്രൊജക്ടറുകളുടെ കാലത്ത് പ്രൊജക്ടർ റൂമിൽ നിൽക്കുന്ന ആൾ മുതൽ തിയേറ്ററിൻ്റെ വാതുക്കൽ ആളുകളെ അകത്തേക്ക് കടത്തിവിടാൻ നിൽക്കുന്ന ആൾ മുതൽ ഈ സിനിമയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന അതിൻ്റെ പാർശ്വങ്ങളിൽ ജീവിക്കുന്ന ഒരുപാട് ആളുകൾ ഒരുപക്ഷെ ഈ ഇൻഡസ്ട്രിയുടെ ഭാഗമായി സജീവമായി നിലനിന്നത് മമ്മൂട്ടിയെ പോലുള്ള ഒരു മാറ്റിനി ഐഡലിൻ്റെ സാന്നിധ്യം കൊണ്ടുകൂടിയാണ്. ഈ ഒരാൾക്ക് സെലക്റ്റീവ് ആകുക എന്ന് പറയുമ്പോൾ നമുക്കുള്ള ചോയ്സിൽ നിന്നാണ്. മമ്മൂട്ടി എപ്പോഴും സെലക്റ്റീവാണ്. അദ്ദേഹത്തിന് നല്ലത് എന്ന് തോന്നുന്നതാണ് അദ്ദേഹം സ്വീകരിക്കാറുള്ളത്. അതിൽ ചിലപ്പോൾ തിയേറ്ററിൽ പരാജയപ്പെടുന്നുണ്ടാവാം. ഒരു നടനെന്ന നിലയ്ക്ക് മമ്മൂട്ടിയെ കൃത്യമായി ഉപയോഗിക്കാൻ കഴിയാത്ത സിനിമകൾ ഉണ്ടായിട്ടുണ്ടാവാം. പക്ഷേ അതൊന്നുമല്ല, 25 വർഷം ഒരു ഇൻഡസ്ട്രിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ പാകത്തിൽ സജീവമായൊരു സാന്നിധ്യം തന്നെയാണ് മമ്മൂട്ടി. അതുകൊണ്ട് ആ നിലയ്ക്കുള്ള നമ്മളുടെ ക്രിറ്റിസിസങ്ങൾക്ക് പലപ്പോഴും അത്തരം കാര്യങ്ങളെ പരിഗണിക്കാതെ ഒരു ഏകപക്ഷീയമായ വിമർശനങ്ങളുണ്ടാകും. മമ്മൂട്ടി അങ്ങനത്തെ സിനിമകൾ ചെയ്യാൻ പാടില്ല, ഇങ്ങനെ ഇപ്പോൾ മുന്നറിയിപ്പ് പോലെ ഒരു സിനിമ ചെയ്യാൻ മമ്മൂട്ടി എന്ന് പറയുന്ന നടൻ എത്ര വർഷം കാത്തിരിക്കേണ്ടി വന്നു നമ്മൾ ആലോചിക്കണം. അങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യാൻ ആ കഴിവ് മമ്മൂട്ടിക്ക് ഇല്ലാഞ്ഞിട്ടില്ല. അത്തരം സിനിമകൾ ഉണ്ടാവണം. അത്തരം സിനിമകൾ ഉണ്ടാകാൻ പറ്റിയ കാലാവസ്ഥ ഉണ്ടാവണം. ഒരുപക്ഷെ 5 വർഷം മുമ്പാണെങ്കിൽ ഈ സിനിമ ഇങ്ങനെ സ്വീകരിക്കപ്പെടുമായിരുന്നു എന്ന് എനിക്ക് സംശയമുണ്ട്. 20 വർഷം മുമ്പായിരുന്നെങ്കിൽ സ്വീകരിക്കപ്പെടുമായിരുന്നു. മലയാള സിനിമയിൽ ആ നിലയ്ക്കുള്ള പരീക്ഷണങ്ങൾ നടക്കുന്ന ഒരു കാലം, എന്തും ഡയറിംഗ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു കാലം മുൻപ് മലയാള സിനിമയ്ക്കുണ്ടായിരുന്നു. പിന്നീട് മലയാള സിനിമ ഒരു പൂർണ്ണമായിട്ടും ഹീറോ മാച്ചോ ഇമേജസിനെ ബാങ്ക് ചെയ്യുന്ന സിനിമയായി മാറി. അങ്ങനെ മാറിയതിൽ എന്നെ പോലുള്ള ആളുകൾക്ക് വലിയ പങ്കുണ്ട്. അങ്ങനെ ഒരു കാലം സൃഷ്ടിച്ചതിൽ തീർച്ചയായിട്ടും ഞാനടക്കം ഉള്ള ഒരു പറ്റം സിനിമാ പ്രവർത്തകർക്ക് അതിൻ്റെ ഒരു ഉത്തരവാദിത്വമുണ്ട് എന്നും ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ടൊരു നടനല്ല, നല്ല സിനിമ ഉണ്ടാകുമ്പോഴാണ് നടൻ നല്ല രീതിയിൽ ഉപയോഗിക്കപ്പെടുക. ഇവരാരും മോശം നടന്മാരായതുകൊണ്ടല്ല ഇവരിൽ നിന്ന് മോശം സിനിമകൾ ഉണ്ടാകുന്നത്. ഇവരെ വെച്ച് നല്ല സിനിമകൾ ഉണ്ടാക്കാൻ കഴിയും എന്ന് മുന്നറിയിപ്പ് പോലെയുള്ളൊരു സിനിമ വീണ്ടും തെളിയിക്കുകയാണ്. മമ്മൂട്ടിയെ പോലെ ഒരാളുടെ ആക്ടിംഗ് പൊട്ടൻഷ്യലിനെ നല്ലപോലെ ഉപയോഗിക്കാൻ കഴിയുന്ന സിനിമകൾക്ക് ഇനിയും എത്രയോ കാലമുണ്ട് എന്ന് തീർച്ചയായിട്ടും ഈ സിനിമ. മമ്മൂട്ടി എന്ന് പറയുന്ന ഹീറോയ്ക്കും മമ്മൂട്ടിയുടെ ഹീറോ ഇമേജിനും ഇനിയും പൊട്ടൻഷ്യലുണ്ട്, പോസിബിലിറ്റി ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന എഴുത്തുകാരനും സംവിധായകനുമാണ് ഞാൻ. അതിൽ ഇപ്പോഴും വലിയ പ്രതീക്ഷയുള്ള ആളാണ്.